തെരഞ്ഞെടുപ്പിൽ അജാനൂർ പഞ്ചായത്തിൽ വിജയികളായ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അജാനൂർ പഞ്ചായത്തിൽ വിജയികളായ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ചാണ് നടന്നത്. ചടങ്ങിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അജാനൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിൽ 12 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും, 8 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്കും, 4 സീറ്റ് BJPക്കുമാണ് ലഭിച്ചത്. വാർഡ് 1 മുക്കൂട് ദീപ വിനോദൻ, വാർഡ് 2 പാടിക്കാനം സുധ അശോകൻ, വാർഡ് 3 രാവണേശ്വരം തമ്പാൻ മക്കാക്കോട്ട്, വാർഡ് 4 രാമഗിരി ദീപ പ്രവീൺ, വാർഡ് 5 വേലാശ്വരം KV സുകുമാരൻ, വാർഡ് 6 ചിത്താരി CP സുബൈർ, വാർഡ് 7 മാണിക്കോത്ത് മുഹമ്മദ് കുഞ്ഞി, വാർഡ് 8 മടിയൻ VV തുളസി, വാർഡ് 9 വെള്ളിക്കോത്ത് C ശ്രീവിദ്യ, വാർഡ് 10 മൂലക്കണ്ടം M ഷിജി, വാർഡ് 11 പുതിയ കണ്ടം ഗീത ബാബുരാജ്, വാർഡ് 12 കാട്ടുകുളങ്ങര PK കാർത്തിയായനി, വാർഡ് 13 രാംനഗർ K സജി, വാർഡ് 14 പള്ളോട്ട് P അർജുൻ യോഗി, വാർഡ് 15 കിഴക്കുങ്കര മൂലക്കണ്ടം പ്രഭാകരൻ, വാർഡ് 16 തുളിച്ചേരി MV രാഘവൻ, വാർഡ് 17 അതിഞ്ഞാൽ ഖാലിദ് അറബിക്കടത്ത്, വാർഡ് 18 കൊളവയൽ C കുഞ്ഞാമിന, വാർഡ് 19 ഇട്ടമ്മൽ K അപർണ, വാർഡ് 20 അജാനൂർ കടപ്പുറം C സുമിത, വാർഡ് 21 മുട്ടുംതല K അഹമ്മദ് നദീർ, വാർഡ് 22 പൊയ്യക്കര TV കാവ്യ, വാർഡ് 23 മല്ലികമാട് KV രതീശൻ, വാർഡ് 24 ബാരിക്കാട് CH നിസാമുദ്ദീൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ആദ്യം മുതിർന്ന അംഗമായ 7ാം വാർഡ് മാണിക്കോത്തിലെ അംഗമായ മുഹമ്മദ് കുഞ്ഞിക്ക് വരണാധികാരിയായ T ഗോകുലൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റ് അംഗങ്ങൾക്ക് വാർഡ് നമ്പറുടെ ക്രമപ്രകാരം മുഹമ്മദ് കുഞ്ഞി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് മുഹമ്മദ് കുഞ്ഞിയുടെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേരുകയും ഈ യോഗത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 27 നടക്കുന്ന വിവരം സംബന്ധിച്ച നോട്ടീസ് സെക്രട്ടറി KH അനീഷ് കുമാർ വായിക്കുകയും ചെയ്തു. ചടങ്ങിൽ അംഗങ്ങളുടെ ബന്ധുമിത്രാദികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.